ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ, ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ സ്പൈസിയായ നമ്മുടെ കടകളിലൊക്കെ കാണുന്ന കൊള്ളി ചിപ്സാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ബേക്കറികളിലും തട്ടുകടകളിലും എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കൊള്ളി ചിപ്സ്. ഇത് നമുക്ക് വളരെ ടേസ്റ്റിയായി കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊള്ളി കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടേസ്റ്റിയായി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിന് അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് 3-4 ചേരുവകൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതും എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ്. നമ്മൾ കപ്പ ഉണ്ടല്ലോ, അത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വടി പോലെയോ ഇത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്, അത് ആവശ്യത്തിന് വേണം. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂണോളം വരും. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ കൊള്ളി ചിപ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റവിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഓരോ കപ്പ വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മുഴുവൻ ഉപ്പൊന്നും ഇടണ്ട, അതിൽ നിന്നും അല്പം മാത്രം. ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാം. ഇതിപ്പോൾ ഈ കപ്പയുടെ വട്ടുമലൊക്കെ നന്നായി ബ്രൗൺ കളറിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാം. ഞാനത് കോരിയെടുത്തിട്ട് ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി വിതറാം. പകുതി മാത്രം വിതറിയാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി അതുപോലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ കൊള്ളി ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ സ്പൈസിയായ കിഡിലൻ കൊള്ളി ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. See you.